ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷം നിറഞ്ഞൊരു ജീവിതത്തിന് ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മാനസികാരോഗ്യവും. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ പലതും ചെയ്യാറുണ്ടല്ലേ. നല്ല ആഹാരം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, വെള്ളം കുടിക്കുക. മാനസികാരോഗ്യത്തിന് വേണ്ടി നമ്മൾ പലതും ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാനസികാരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സൗഹൃദം. നല്ല സുഹൃത്തുക്കളെ കിട്ടാൻ ആരാണ് ഇഷ്ടപ്പെടാത്തത്? മനുഷ്യനെ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒന്നാണ് ഏകാന്തത. പണ്ടൊക്കെ വലിയ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാന്തമായ ദ്വീപുകളിലേക്ക് നാട് കടത്തുക എന്നതായിരുന്നു. അത് മനുഷ്യനെ ഒരുപാട് ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു. മനുഷ്യബന്ധങ്ങളെയൊക്കെ സ്ട്രെങ്തേൺ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഫാമിലി സെറ്റപ്പ്. ഫാമിലി റിലേഷൻസിൻ്റെ കയ്യിലൊക്കെ വളരെ വ്യത്യസ്തമാണ് സൗഹൃദങ്ങൾ. ഫാമിലി റിലേഷൻസിൻ്റെ കയ്യിൽ നമ്മൾ ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നത് സൗഹൃദങ്ങളായിരിക്കും. എന്താ കാരണം എന്നറിയാമോ? ഫാമിലി റിലേഷൻസ് പലപ്പോഴും കമ്മിറ്റ്മെൻറ്റിലും കടപ്പാടിലും ഒക്കെ ഇങ്ങനെ കുരുങ്ങി കിടക്കുന്നവയാണ്. പക്ഷേ സൗഹൃദം അങ്ങനെയല്ല അല്ലേ. സൗഹൃദം വളരെ സ്വതന്ത്രമാണ്. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഇവരൊന്നും നമ്മൾ തീരുമാനിച്ച ആളുകളല്ല. പക്ഷെ സൗഹൃദം അങ്ങനെയല്ല അല്ലേ. നമുക്കിഷ്ടമുള്ള ആളുകളെ സുഹൃത്തുക്കളാക്കാം. ബന്ധം എത്രത്തോളം വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ വേണ്ടാന്ന് വെക്കാം. ആരും ചോദിക്കാനും പറയാനും ഇല്ല. മറ്റു ബന്ധങ്ങളിലൊക്കെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാവും. ഇപ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ മാതാപിതാക്കൾക്ക് പലപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവും. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും അങ്ങനെ ഒരു ലൈഫ് പാർട്ട്ണർക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവും. പക്ഷെ സൗഹൃദം പലപ്പോഴും അങ്ങനെയല്ല. ഡോണ്ട് വാക്ക് എഹെഡ് ഓഫ് മീ, ഡോണ്ട് വാക്ക് ബിഹൈൻഡ് മീ, വാക്ക് ബിസൈഡ് മീ ആൻഡ് ബി മൈ ഫ്രണ്ട് എന്നാണ് നമ്മൾ പറയാറ്. നമ്മൾ തുല്യരാണെന്നുള്ള ആ ഒരു ഗുഡ് ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒന്നാണ് സൗഹൃദം. സൗഹൃദത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിലെ പല ഉയർച്ചകളുടെയും പിന്നിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും കൊണ്ടുവന്നത് എൻ്റെ കരിയറാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു. എനിക്കൊരു സുഹൃത്തുണ്ട്, സൂസൻ ജോൺ. B.Sc തുടങ്ങി M.Sc കഴിയുന്നത് വരെ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അപ്പോൾ അന്ന് P.Sc ലെക്ചററാകാൻ അപേക്ഷ ക്ഷണിച്ചപ്പോൾ ഞങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. P.Sc അപേക്ഷ ക്ഷണിച്ച് ലാസ്റ്റ് ഡേറ്റിലെ അതിന് തൊട്ട് മുമ്പാണ് റിസൾട്ട് വന്നത്. അപ്പോൾ പോസ്റ്റ് വഴി അവിടെ എത്തിക്കാൻ സമയമില്ല. നേരിട്ട് P.Sc ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കലേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ ഓൺലൈനൊന്നും ഇല്ലല്ലോ. സൂസൻ അപേക്ഷ അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ അപേക്ഷയും കൂടി കളക്ട് ചെയ്തിട്ടാണ് പോയത്. അതാണ് സൗഹൃദം. അതുമാത്രമല്ല, B.Sc കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു. M.Sc ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ എനിക്ക് മകനുണ്ടായി. കുറേ കാലം ഞാൻ മെറ്റേണിറ്റി ലീവിലായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ എനിക്കും കൂടി നോട്ട്സ് എഴുതും ക്ലാസ്സിലിരുന്ന്. അന്ന് ഫോട്ടോസ്റ്റാറ്റൊന്നും ഇല്ല കേട്ടോ. കാർബൺ കോപ്പി വെച്ചിരുന്ന് എഴുതണം. കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. പക്ഷെ അവരെല്ലാ ആഴ്ച ഇത് കൃത്യമായിട്ട് എഴുതി എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെന്ന് ഇതെല്ലാം കളക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ സുഹൃത്തുക്കളൊക്കെ എന്ത് സപ്പോർട്ടാണ് എനിക്ക് നൽകിയത്. ഇങ്ങനെ പലതരത്തിൽ സുഹൃത്തുക്കൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ടെങ്കിലും എനിക്ക് നല്ല സുഹൃത്തുക്കളൊന്നുമില്ല എന്ന് പരാതിപ്പെടുന്നവർ നമ്മൾ കാണാറുണ്ട്. നല്ല സുഹൃത്തുക്കളെ കിട്ടാൻ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മാർഗം എന്താണെന്ന് അറിയാമോ? നല്ല സുഹൃത്തായിട്ട് മാറുക. നല്ലൊരു സുഹൃത്താകാൻ സഹായിക്കുന്ന 7 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ കാര്യം, സുഹൃത്തുക്കളുടെ കൂടെ ആയിരിക്കുമ്പോൾ ഒരു ഫീൽ ഗുഡ് എൻവയൺമെൻറ്റ് ഉണ്ടാക്കുക. ഈ ഫീൽ ഗുഡ് എൻവയൺമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണെന്നോ? നല്ല സന്തോഷം നിറഞ്ഞ ഒരു അന്തരീക്ഷം, നമ്മുടെ മുഖഭാവം, നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള സംസാരം. നമ്മൾ ഈ നാവെന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണല്ലോ. നാവ് പൊന്നാവട്ടെ എന്നൊക്കെ പറയില്ലേ, ആ തരത്തിൽ അവരോട് സംസാരിക്കുക, അവർക്ക് പ്രചോദനം കൊടുക്കുന്ന വാക്കുകൾ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു ഡിസ്കറേജിങ് ഫ്രണ്ടായി മാറരുത്. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വളരെ ആവേശപൂർവ്വം ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് നടക്കില്ല കേട്ടോ, ഞാനില്ല, എനിക്കത് സാധ്യമല്ല. അപ്പോൾ ഈ രീതിയിലുള്ള സംഭാഷണങ്ങൾ നടത്താതെ, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, നമുക്ക് ചെയ്യാം, നമുക്ക് ചെയ്ത് നോക്കാം, നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്താൽ വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ അങ്ങനെ ചില സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാനൊരിക്കൽ ഒരു മാഗസീനിൽ വായിച്ചിട്ടുണ്ട്, 5 പെൺകുട്ടികൾ, അവർ തമ്മിൽ നല്ല സൗഹൃദമാണ്. അവർ ഓൾ ഇന്ത്യ ടെസ്റ്റ് എഴുതി ഫോറസ്റ്റ് ഓഫീസേഴ്സായിട്ട് മാറിയ കഥ ഈ 5 പേരും. അപ്പോൾ അവർ തമ്മിലുള്ള ആ സൗഹൃദമാണ് അവരതിനെ സഹായിച്ചത്. നമ്മൾ പരസ്പരം കൂടിച്ചേരുമ്പോൾ, പരസ്പരം സപ്പോർട്ട് ചെയ്താൽ
ആ ഗ്രൂപ്പിൽ സംഭവിക്കുന്ന പ്രതിഭാസത്തിന് സിനർജി എന്നാണ് പറയുക. ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സിനർജി ഇവിടെ ഉണ്ടാവണം. നമുക്ക് നല്ല രസകരമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റണം. തമാശ പറയാം. ഇനി തമാശ പറയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇനി തമാശ പറഞ്ഞില്ലെങ്കിലും തമാശകളിലൊക്കെ പങ്കുചേരാം, പൊട്ടിച്ചിരിക്കാം. ഡാൻസ്, പാട്ട്, ഇതെല്ലാം നമ്മളെ ഒരുപാട് എനർജൈസ് ചെയ്യുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ആളുകളുടെ സാമീപ്യം എല്ലാവരും ആഗ്രഹിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ 45 കൊല്ലം മുമ്പുള്ള സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ചൊരു ദിവസം ചെലവഴിച്ചു. 45 കൊല്ലം മുമ്പെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ടീനേജ് പ്രായത്തിൽ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയവരാണ്. എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞ് എല്ലാവരും പരസ്പരം തമാശകളും പാട്ടുകളും ഡാൻസൊക്കെ ആയിട്ട് സമയം ചെലവഴിച്ചു. നല്ല രസമായിരുന്നു. അവസാനം ഞങ്ങൾ റിസോർട്ടിലെ ഗ്രൗണ്ടിൽ ഇറങ്ങി വരെ ഡാൻസ് ചെയ്തു. ഇതിനെയൊക്കെയാണ് ഫീൽ ഗുഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബി എ ഗുഡ് ലിസണർ. എല്ലാവർക്കും സംസാരിക്കാൻ നല്ല താല്പര്യമാണല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഒരു കേൾവിക്കാരനെയോ കേൾവിക്കാരിയോ ആണ്. നിങ്ങൾ നല്ലൊരു ലിസണർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല സുഹൃത്തായി മാറാനുള്ള വലിയൊരു യോഗ്യതയായി. മറ്റുള്ളവർക്കൊക്കെ ചിലപ്പോൾ അവരുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് പറയാൻ താല്പര്യം ഉണ്ടാവും. അവരുടെ വീട്ടിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറയാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതൊക്കെ ക്ഷമാപൂർവ്വം ശ്രദ്ധിക്കുക എന്നുള്ളത്, അതിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളത്, അതിൽ നമ്മുടെ അപ്രീസിയേഷൻ അറിയിക്കുക, സന്തോഷം അറിയിക്കുക. അപ്പോൾ ഇതൊക്കെ സുഹൃത്ത് ബന്ധങ്ങളെ ഒരുപാട് സ്ട്രെങ്തൻ ആക്കുന്ന ഒന്നാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മറ്റുള്ളവരുടെ നല്ല സുഹൃത്തായിട്ട് മാറാൻ പറ്റും. മൂന്നാമത്തെ കാര്യം നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ളതാണ്. ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട. കണ്ണാടി നമ്മൾ എന്തിനാണ് ഉപയോഗിക്കണത്? നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടെത്താൻ. അപ്പോൾ നല്ല ചങ്ങാതിയാണെങ്കിൽ ഈ കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മളോട് പറഞ്ഞു തരും, നമ്മളെ കറക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്നത് ആർക്കും അത്ര ഇഷ്ടമല്ല. അപ്പോൾ പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കണം. അതിനെന്ത് ചെയ്യണമെന്നാ, ആദ്യമേ കയറി കുറ്റം കുറവും പറയരുത്. അവരിൽ ഒരുപാട് നന്മകൾ ഉണ്ടാവും, നല്ല കാര്യങ്ങൾ അവരോട് ഒരുപാട് പറയാനുണ്ടാവില്ലേ. അങ്ങനെ തുടങ്ങിയിട്ട് പതുക്കെ ഇതൊക്കെ കൊണ്ടുവന്ന് അവരോട് പറയുക. അപ്പോൾ അവരുടെ നന്മയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് നമുക്കൊരു കാര്യം ചെയ്താൽ മതി. ഒരു 80% പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ 20% നമുക്ക് ഒരു കറക്ഷൻ ഉള്ള കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവരാം. നാലാമത്തെ കാര്യമാണ് വിശ്വാസ്യത. നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ആരും നല്ല സുഹൃത്തായിട്ട് കരുതില്ല. വാക്ക് പാലിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു കാര്യം ചെയ്യാം എന്ന് ഏറ്റു കഴിഞ്ഞാൽ അത് ചെയ്യുക. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് അറിയിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യം ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം ചിലരെന്ത് ചെയ്യുമെന്ന തന്ത്രപരമായിട്ട് മുങ്ങേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ കാര്യങ്ങൾ അറിയിക്കുക. ഇന്ന് അറിയിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ ആളുകളെ ടെൻസ്ഡ് ആക്കാതെ എന്ത് പറ്റിയെന്ന് അറിയിക്കുക. എനിക്ക് ഇന്ന കാര്യങ്ങൾ കൊണ്ട് അത് വരാൻ പറ്റില്ല. എത്ര സമാധാനമാണല്ലേ. ഒരു ഓപ്പൺനെസ്, നമ്മുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു രീതി. അങ്ങനെയുള്ളവർക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടാൻ സാധ്യത കൂടും. അഞ്ചാമത്തെ കാര്യം, എത്ര വലിയ സുഹൃത്തായാലും അയാളുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കയറി ഇടപെടാതിരിക്കുക. എല്ലാ മനുഷ്യർക്കും ഒരു സ്പേസ് വളരെ ആവശ്യമാണ്. അയാളുടെ ആ ഒരു സ്പേസിനെ റെസ്പെക്റ്റ് ചെയ്യുക. ഞാൻ ചില സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചത് ഈ കാര്യത്തിലാണ്. എല്ലാത്തിലും കയറി അവർ ഇടപെടും. അപ്പോൾ അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടലാണ്. വസ്ത്രധാരണം, ചിലപ്പോൾ പൊട്ട് വെച്ചത് ശരിയായില്ല. പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയാലോ, അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർ ഓർഡർ ചെയ്തിട്ട് നമ്മളെ കൊണ്ടത് കഴിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരുപാട് ഇടപെടലാകുമ്പോൾ മറ്റുള്ളവർ നമ്മളെ സുഹൃത്ത് വലയത്തിൽ നിന്നും മാറ്റി നിർത്തും. നമ്മൾ ഒരുപക്ഷെ നല്ല സുഹൃത്താണെന്ന് കരുതി ഇതൊക്കെ ചെയ്യേണ്ടതാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്യുക. പക്ഷെ പൊതുവെ ആളുകൾക്ക് അവരുടെ ഒരു ഇൻറ്റിമേറ്റ് സർക്കിൾ എന്ന് പറയും, ആ സ്പേസിലേക്ക് നമ്മൾ എൻക്രോച്ച് ചെയ്യുന്നത് ഇഷ്ടമല്ല. നമ്മൾ അവരുടെ ഫ്രീഡത്തെ ബഹുമാനിക്കുക. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ അവർക്ക് നല്ലൊരു കംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാവണം. സുഹൃത്തിൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ തയ്യാറാവുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരിക്കലും കമ്പാരിസൺ നടത്തരുത്. സുഹൃത്ത് വേറൊരു വ്യക്തിയാണ്, നമ്മൾ വേറൊരു വ്യക്തിയാണ്. അപ്പോൾ സുഹൃത്തിനെ ആക്സെപ്റ്റ് ചെയ്യുക. കമ്പയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ അസൂയ ഉണ്ടാവും. സുഹൃത്തുക്കളോട് അസൂയ ഉണ്ടാകാൻ ഒരുപാട് സാധ്യതയുണ്ട്. നമുക്ക് മമ്മൂട്ടിയോടും മോഹൻലാലിനോടും മഞ്ജു വാര്യരോടൊന്നും അസൂയ ഉണ്ടാവാറില്ലല്ലോ. നരേന്ദ്രമോദിയോട് ആർക്കെങ്കിലും അസൂയ ഉണ്ടാവാറുണ്ടോ? സുഹൃത്തുക്കളോടാണ് അസൂയ ഉണ്ടാകാൻ സാധ്യത. അതിനുള്ള സാധ്യതകളൊക്കെ നമ്മൾ അടച്ചു കളയണം. ആറാമത്തെ കാര്യം,
സുഹൃത്തുക്കൾക്കായി നമ്മൾ സമയം കണ്ടെത്തണം. സമയമില്ല എന്ന് പറയരുത്. ഈ സമയമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മുൻഗണനാക്രമങ്ങളിൽ സുഹൃത്ത് ബന്ധങ്ങൾ കടന്നു വരാത്തത് കൊണ്ടാണ്. നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് സുഹൃത്ത് ബന്ധങ്ങൾ. അതുകൊണ്ട് അത് മുൻഗണനാക്രമത്തിൽ വരണം. നമ്മൾ അതിന് സമയം കണ്ടെത്തണം. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കുറച്ച് ഫ്ലെക്സിബിൾ ആകേണ്ടി വരും. ചില ആളുകൾക്ക് ഒരുപാട് നിർബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്ര മണിക്കെത്തണം, വൈകിയ പ്രശ്നമാകും, അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ വരാൻ പറ്റില്ല. നമ്മുടെ ഒരു സെൽഫിഷ്നെസ് മാറ്റി വെച്ചാൽ ഫ്ലെക്സിബിൾ ആകാൻ പറ്റും. നമ്മൾ കുറച്ച് ഫ്ലെക്സിബിളായി സമയം കണ്ടെത്തണം. 7ാമത്തെ കാര്യം, നമ്മുടെ കാര്യസാധ്യത്തിനായി സുഹൃത്ത് ബന്ധങ്ങളെ ഉപയോഗിക്കാതിരിക്കുക. സാധനങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ ചിലർ ബന്ധങ്ങൾ ഉപയോഗിക്കും. സുഹൃത്തുക്കളുടെ പൊസിഷൻ, പണം, ഇതൊക്കെ അവനവൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ചിലരാണെങ്കിൽ ചിലപ്പോൾ വീട് പണിയുമ്പോഴൊക്കെ സുഹൃത്തിൻ്റെ പണം കണ്ടുകൊണ്ടായിരിക്കും വീട് പണിയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പണത്തിൻ്റെ ഇടപാടുകൾ കടന്നു വരുന്നത് സുഹൃത്ത് ബന്ധങ്ങളെ സാരമായിട്ട് ബാധിക്കും. അപ്പോൾ നമുക്ക് ലോൺ എടുക്കണമെങ്കിലൊക്കെ വേറെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സുഹൃത്ത് ബന്ധങ്ങളിൽ ഇത് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. നല്ല സുഹൃത്തുക്കളെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാനുള്ളൂ, നമുക്ക് പരസ്പരം സഹായമൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മുടെ സുഹൃത്ത് നോ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ചിലരുണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം ഇമോഷണലായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും. താൻ എൻ്റെ നല്ല സുഹൃത്താണെങ്കിൽ ഇങ്ങനെ പറയില്ല, ഇത്രയും കാലം കാണിച്ചിരുന്ന സ്നേഹമൊക്കെ വെറുതെ ആയിരുന്നല്ലേ. ഞാൻ ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അയാൾ കൂട്ടുകാരിയുടെ അടുത്തുനിന്ന് കുറച്ച് പണം ചോദിച്ചു, കിട്ടിയില്ല. അപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണെന്നോ, ഈ സുഹൃത്ത് എന്നൊക്കെ പറയുന്നത് വെറുതെ ആണല്ലേ, ആ കുട്ടിയുടെ ഭർത്താവ് വിദേശത്താണ്, നല്ല ഇൻകം ഉണ്ട്, ഞാൻ കുറച്ച് രൂപ ചോദിച്ചപ്പോൾ തന്നില്ല. ഇവരൊക്കെയാണോ നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്? ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളുള്ളവർക്ക് ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളുള്ളവർക്ക് നല്ല സുഹൃത്തുക്കളെ എവിടെ നിന്ന് കിട്ടാനാണല്ലേ. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നല്ല സുഹൃത്തായിട്ട് മാറാനുള്ള 7 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. 1ാമത്തെ കാര്യം, ഫീൽ ഗുഡ് എൻവയൺമെൻറ്റ്. 2ാമത്തെ കാര്യം, ബി എ ഗുഡ് ലിസണർ. 3ാമത്തെ കാര്യം, ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട. 4ാമത്തെ കാര്യം, ക്രെഡിബിലിറ്റി അഥവാ വിശ്വാസ്യത. 5ാമത്തെ കാര്യം, റെസ്പെക്റ്റ് ഇൻഡിവിജ്വൽ സ്പേസ് ആൻഡ് ഫ്രീഡം. 6ാമത്തെ കാര്യം, സുഹൃത്തുക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക. 7ാമത്തെ കാര്യം, കാര്യസാധ്യത്തിനായിട്ട് ബന്ധങ്ങളെ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.